പറുദീസയ്ക്ക് എബ്രായയിൽ പാർദേസ് എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ പാരഡൈസോസ് എന്നും പറയും. കെട്ടിയടച്ച തോട്ടം എന്നാണ് പറുദീസയുടെ അർത്ഥം. പാരഡൈസോസ് എന്ന ഗ്രീക്ക് പദം ആദ്യം പ്രയോഗിച്ചത് ക്സെനോഫോൻ എന്ന വ്യക്തിയാണ്. പേർഷ്യൻ രാജാക്കന്മാരുടെ ഉദ്യാനങ്ങളെ കുറിക്കുവാനാണ് പറുദീസ എന്ന പദം ക്സെനോഫോൻ പ്രയോഗിച്ചത്. പാർദേസ് എന്ന പദം പഴയ നിയമത്തിൽ നെഹമ്യാവ് 2:8 രാജാവിൻ്റെ വനം എന്ന അർത്ഥത്തിലും സഭാപ്രസംഗി 2:5 ഉദ്യാനം എന്ന അർത്ഥത്തിലും ഉത്തമഗീതം 4:13 തോട്ടം എന്ന അർത്ഥത്തിലും ഈ വാക്യങ്ങളിലൊക്കെ ഉണ്ട്. ഏദൻ തോട്ടത്തിലെ സൗഭാഗ്യാവസ്ഥ ഭാവിയിൽ മശിഹായുടെ വാഴ്ചയിൽ ലഭിക്കുമെന്ന പ്രത്യാശ യഹൂദന്മാർക്കുണ്ട്. തങ്ങളുടെ കാലത്ത് പറുദീസ ഉണ്ടെന്നും എന്നാലത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർ വിശ്വസിച്ചു. പിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും ആത്മാക്കൾ മരണാനന്തരം പറുദീസയിൽ എത്തിച്ചേരുമെന്ന് അവർ കരുതി. പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം മാത്രമാണ് പറുദീസ പരാമർശമായിരിക്കുന്നത്. ലൂക്കോസ് 23:43, 2 കൊരിന്ത്യർ 12:3, വെളിപ്പാട് പുസ്തകം 2:7. മരണാനന്തരം ആത്മാവ് എത്തിച്ചേരുന്ന സ്ഥാനമായി പറുദീസ പറയപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 23:43, 16:19 മുതൽ 31 വരെ. 2 കൊരിന്ത്യർ 12:2 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ പറുദീസായിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പ്രഥമ പുരുഷനിൽ അപ്പോസ്തോലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറുദീസ 3-ാം സ്വർഗമാണ്. വെളിപ്പാട് പുസ്തകം 2:7 ജയിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലമായി പറുദീസയെ ക്രിസ്തു വെളിപ്പെടുത്തി. എല്ലാറ്റിൻ്റെയും പരിസമാപ്തിയിൽ പറുദീസ പൂർണ്ണ മഹത്വത്തിൽ പ്രത്യക്ഷമാവുമെന്ന് വെളിപ്പാട് 22 വ്യക്തമാക്കുന്നുമുണ്ട്.